ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയെങ്കിലും അതൊന്ന് ശീലിക്കും. മെഡിക്കൽ കോളേജിൽ പോയിക്കോ. ശരി. പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. ഒരു ദിവസം പോയി കിട്ടും. ഞാൻ പോകണ്ട. മന്മൻ സാർ പോട്ടെ. എന്ത് മന്മൻ സാറ്? എന്താ ഈ പറഞ്ഞ പല്ല് വേഞ്ചിട്ടായിരിക്കണേ? സാർ പല്ല് കഴിച്ചിട്ടാണെങ്കിൽ പല്ല് ഞാൻ ഇറങ്ങിയിട്ട് എടുത്തു തരാം. എന്താ എന്ത് വർത്താനം? എത്ര നേരം ഞാൻ ഇരുന്നപ്പോ എനിക്കൊന്നും പറ്റിയില്ലേ? മിണ്ടാതിരിക്കും. അവന്മാര് ആളലമ്പാണ്, കച്ചറകളാണ്. കള്ള നായ്ക്കളും ഒക്കെ ഞാൻ കയറുന്ന നേരത്തെ തന്നെയാണല്ലോ എല്ലാം മരുവ്. എന്താ കാലിലെ ആരുമുണ്ട്. ആരും ഉണ്ടോ? എവിടെ എവിടെ എവിടെ? എവന്റെ കാലിലെ ചെക്കൻ്റെ, എന്റെ അല്ല. എന്നാ പിന്നെ അയാൾ ഇരിക്കട്ടെ. എന്റെ മുമ്പിലാവും ഇരിക്കാറില്ല. ആരെവിടെ? എന്താ എടുത്ത് വെക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട്. ഇപ്പൊ താഴെ താഴെ. അത് കുഴപ്പമില്ല. വേദനിപ്പിക്കല്ലേ വേദനിപ്പിക്കല്ലേ അവനെ. ഇതിപ്പോ എങ്ങനെ പറ്റിയത്? അതവന് കള്ളെടുക്കാൻ വേണ്ടി തെങ്ങിനെ കൊണ്ട് കയറിയതാ. അപ്പോഴേക്ക് കാലിൽ ഇത് കൊണ്ട്. അതാണോ ജോലി? ജോലി അതൊന്നുമല്ല, ചെറിയ പണികളാണ്. കൈകാലൊടിക്കല്, വെട്ട്, കൂത്ത്, പിന്നെ വേണ്ടി വന്ന് കഴുത്തും വെട്ടും, അങ്ങനെയൊക്കെ ചെറിയ പരിപാടിയാണ്. അതൊക്കെ അവിടെ വെക്കട്ടെ. ഇപ്പൊ ഇത് എന്താ ചെയ്യാൻ പറ്റുന്ന നോക്ക്. ഇത് TT എടുക്കണം. എന്താ TT എടുക്കണം? നിങ്ങൾക്ക് ഇവിടെ എന്താണ് പണി? നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? എടുക്കണമല്ലേ? അല്ല, അതാണ് ഞാൻ പറയണത്. ഇത് TT ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെ പഴുത്ത് സെപ്റ്റിക് ആവും. ഇതിപ്പോ ഇഞ്ചക്ഷൻ എടുക്കണായാലും നിങ്ങൾ എടുക്കണം. അയ്യോ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. എന്താ? എനിക്ക് പേടിയാ. അവർ ഇഞ്ചക്ഷൻ പേടിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അത് ഇഞ്ചക്ഷൻ പേടിയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നഴ്സുമാര് നോക്കി എടുത്തോളൂ. വേദനിക്കൂലേ? ചെറിയൊരു ഉറുമ്പ് അടിക്കണ വേദന. അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. അവനെ ഞാൻ ഇതുവരെ ഒരു വേദന അറിയിച്ചിട്ടില്ല. വേദനയ്ക്ക് അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വേദനിക്കാതെ എങ്ങനെയാ? ഈ സൂചി കൊണ്ടല്ലേ ഇത് കുത്തണത്? അതെ. അല്ല, ഇത്ര വേദന, അത്രേ ഉള്ളൂ. അത് ആ വേദന വരരുത്. വേദന വരാതെ ഇഞ്ചക്ഷനും എടുക്കണം, ആരും എടുത്തു കൊടുക്കണം. അതിന് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ മാസം സർക്കാരിൻ്റെ പൈസ വാങ്ങിക്കണം. എന്തിനാണ്? ഞങ്ങളെയൊക്കെ പൈസ ഇവിടെ എണ്ണി കൊടുക്കണുണ്ട്. സെസ് അതാണ് നിങ്ങൾക്ക് ശമ്പളം കേട്ടോ. അത് വെച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ട് പരിശോധിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. നീ റെഫർ ചെയ്യാ? ഏത് റെഫർ ചെയ്തത്? ഫുട്ബോൾ കളി? അത് വേണ്ട. ഇവിടെ ഇപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആവശ്യം പല്ല് വേദനിച്ചിട്ടാ അങ്ങനെ. ബഹളം ഉണ്ടാക്കണ്ട. എന്ത് ബഹളം ഉണ്ടാക്കണ്ട? ഇജ്ജിപ്പടെ കിടന്ന് വലച്ചായിരുന്നല്ലോ. അപ്പൊ അവരന്നപ്പോ എന്റെ നാക്കിറങ്ങില്ല. കച്ചറ ടീമാണ്, നമുക്ക് പറ്റൂല അവരായിട്ട് ഇടപെടാൻ. അതുകൊണ്ട് അവന് വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കാതെ എടുത്തു കൊടുത്താൽ ഇന്ന് ഒരു ദിവസം വേണേലും ഞങ്ങൾ ഇവിടെ നിന്ന് സഹകരിക്കാം. ചെറിയൊരു ഇഞ്ചക്ഷൻ ആവുമ്പോ ചെറിയൊരു വേദന, അത്രയും. അത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കളിയും വേണ്ട ഇവിടെ. അതും പോയി ഡോക്ടറോടൊന്നും പറയണ്ട കേട്ടോ. ഞാൻ പോണ്ടതിന്റെ ഇടയിലാണ് ഇപ്പൊ ആ ചെങ്ങായി. ഞാൻ തന്നെ ഈ സൈക്കിളിക്ക് പല്ല് വെച്ചിട്ട് വയ്യാണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാപ്പോ കേട്ടോളൂ. അതെ, കൊറേ നേരം എന്റെ പല്ല് വെച്ചിട്ട് ഞാൻ അവിടെ വെക്കണേ. ഇന്റെ കൂടാണ് കടന്നു വരാൻ. എന്റെ ഇടയിൽ വന്ന് അല്ല, ഇത്രേ കാര്യമുള്ളൂ. ഓരോരുത്തരെ സമാധാനമായിട്ട് നോക്കണണ്ട. ക്ഷമയില്ലാത്തൊരു കാശ് മുടക്കി പോയി ചികിത്സിക്കട്ടെ. എന്തത് മനുഷ്യന്മാർക്ക് ഇവിടെ ചികിത്സ ഇന്റെ കാര്യം പല്ല് എടുത്തിട്ട് പ്ലീസ് പ്ലീസ് നീ എന്റെ കൈ പിടിക്കുക.
ഞാനിപ്പോൾ നിൽക്കുന്നത് പൂച്ചമുക്ക് താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്താണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സും ജീവനക്കാരും ഈ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തകരും ചേർന്നുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇന്നലെ ഒരു പറ്റം അക്രമികൾ, സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഈ ജീവനക്കാരെ മർദ്ദിക്കുകയും ഡോക്ടേഴ്സിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല. പക്ഷെ ഇന്നിവിടെ അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്കും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രതിഷേധം രോഗികൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ മണ്ടോദരി. ഓക്കെ, ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ പേഷ്യൻസിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതുവരെ വേറെ ഒരു പരാതിയും ഞങ്ങൾക്കെതിരെ ഉയർന്നിട്ടില്ല. പക്ഷെ ആരൊക്കെയോ വന്നിട്ട് എന്തിനൊക്കെയോ ആൾക്കാരെ മർദ്ദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിച്ചിട്ട് പോകുന്നു. കാരണം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലം അല്ലല്ലോ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, പ്രസവിക്കാൻ തയ്യാറായി എത്രയോ സ്ത്രീകൾ അകത്ത് കിടക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ. പക്ഷെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ ആശുപത്രി സുഗമമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഈ പ്രബുദ്ധരായ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം. നിങ്ങൾ ഒന്ന് നോക്കൂ, ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആണോ? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആരാണ് മർദ്ദിച്ചത്? എന്താണ് മർദ്ദിക്കാനുള്ള കാരണം? ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഈ ഒരു പുകമറ പോലെയായിരുന്നു. ഇപ്പൊ എന്താണെന്ന് നോക്കാൻ പറ്റുന്നതിന് മുമ്പ് അവന്മാരെന്നെ വളഞ്ഞിട്ട് തല്ലോട് തല്ലായിരുന്നു. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ രോഗികളായിട്ട് വരുന്നത്. അവരുടെ വേദന അവരുടെ വേദന എന്റെ പോലെ തന്നെ എടുത്തുകൊണ്ട് വളരെ നമ്മുടെ കുടുംബക്കാരെ പോലെ അവരോട് പെരുമാറിയിട്ട് ഡോക്ടറിനൊക്കെ അറിയാം, മണ്ടു ഡോക്ടറിനൊക്കെ അറിയാം. നമ്മൾ അവരോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ആനുവൽ ഡേയിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു തൊഴിലാളിയും കൂടിയാണ് ഞാൻ. എന്നെയാണ് കോലമാക്കിയേക്കുന്നത്. ഈ മർദ്ദിച്ച ആളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും? എനിക്കങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഉണ്ടായത് രാവിലെ സാധാരണ ഉള്ള പോലെ കാഷ്വാലിറ്റിയിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ ഈ ഒരാള് കാലില് മുറിവെന്നും പറഞ്ഞ് വന്ന് അവര് രണ്ടുപേരുണ്ടായി. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ട്. അത് കഴിഞ്ഞപ്പോ ഭയങ്കര നിലവിളിയാ കേൾക്കണം. ഞാൻ ചെല്ലുമ്പോ ഇവർ രണ്ടുപേരും കൂടി ഡോക്ടറെ മർദ്ദിക്കുകയാണ്. ഞാൻ പിന്നെ എന്റെ സർവ്വശക്തിയും എടുത്ത് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഞാൻ അവരെ നേരിടുകയും ചെയ്തു. പക്ഷെ മാരകായുധങ്ങളുണ്ടായി കയ്യിലുണ്ടായി. ഭയങ്കര മർദ്ദനം. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചു നിന്നെങ്കിലും പക്ഷെ ആള് കൂടി അങ്ങനെ എന്നെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. എന്റെ ഓർമ്മ ഒരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് താടിയുള്ള ഒരു ജുബിട്ട ഒരാളാണ്. അതല്ല കോയല്ലോ, മന്മഥനല്ലേ കുട്ടാവുന്നത്. അവരുടെ പേര് പറഞ്ഞിട്ട് വേണം എന്നെ കൊല്ലാൻ. തലേക്കെട്ട് കെട്ടിയിട്ട ആളാണ്. ആ പന്നിയാണ് എന്റെ ചെവി കടിച്ചുകൊണ്ടുപോയത്. പകുതി കടിച്ചുകൊണ്ടുപോയി. വായിലേക്ക് കൈ വിരിച്ചു കളഞ്ഞു. പിന്നെ നമ്മളെങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യും? താങ്കളും ഈ മർദ്ദനത്തിന് ഇരയായ ആളാണ്? അവൻ ഓടിക്കളഞ്ഞ്. ഞാൻ ഓടിയല്ലോ ഫസ്റ്റ് തന്നെ. വലിയ ബുദ്ധിമുട്ടായിട്ടാ. ആംബുലൻസ് ഡ്രൈവർ ആണല്ലേ? അടി വന്നപ്പോ തന്നെ ഓടിക്കളഞ്ഞു. ഇന്നീ സമരം സൂചന മാത്രം, നാളെ സമരം ആളെയും പാടും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കോയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ചെവിയുടെ കഷ്ണം ഇരിപ്പുണ്ടെന്ന് തന്നെ വായിലുണ്ട്. അതെ, ഇദ്ദേഹത്തിന്റെ ചെവി കടിച്ചു പറിച്ചു. അതായത് വളരെ അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇവിടെ അഴിച്ചുവിട്ടത്. അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രോഗികളും അതുപോലെ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നവരെല്ലാവരും വളരെ ശക്തമായ സൂചന മാത്രം, നാളെ സമരം ആളിപ്പടരും. എന്ത് കഴിവുകേടാണ് ഈ പറയണത്? സമരം ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ സമരമില്ല. സൂചന മാത്രം, വൈകുന്നേരത്തുള്ളിൽ ആളിപ്പടരും. പ്രതിഷേധ സമരം സിന്ദാബാദ്. സാമൂഹ്യ വിരുദ്ധരുടെ അറസ്റ്റ് ചെയ്യുക.